അമ്മമാരെ ഉണ്ണിക്കണ്ണനല്ലാതെ ആരാണ് നോക്കുക അല്ലേ? അങ്ങനെ ഒരു അനുഭവം അമ്മയെ ഒരു അവലാതിയോടെ ഗുരുവായൂരിലേക്ക് അയച്ചു. പക്ഷേ കണ്ണൻ അങ്ങോട്ട് നോക്കി. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറയാം, വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ഒരു അനുഭവം കൂടി പറയട്ടെ എന്ന് പറഞ്ഞാണ് അയച്ചു തന്നിട്ടുള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് സഹോദരനും ഭാര്യയും ചേച്ചിയും അമ്മയും ഞാനും കൂടി ഗുരുവായൂരിൽ പോകാൻ തീരുമാനിച്ചു. വീട് കാവലായിട്ട് ഹസ്ബൻഡ് നിന്നോളാം എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിന് ഒരു എമർജൻസി കോൾ വന്നു. സഹോദരിയുടെ വീട്ടിൽ എന്തോ പ്രശ്നമായിട്ട് ഒന്ന് ചെല്ലുമോ എന്ന് ചോദിച്ചു. ഹസ്ബൻഡിന് പോവേണ്ടി വന്നു. അപ്പോൾ എന്നെ വീട് കാവലാക്കി. ഞാൻ ഗുരുവായൂർ യാത്രയിൽ നിന്നും മനസ്സോടെ ഒഴിവായി. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി. 83 വയസ്സുള്ള ആളാണ്. അമ്മയ്ക്ക് എവിടെ പോകണമെങ്കിലും ഞാൻ കൂടെ വേണമെങ്കിലേ ഒരു ധൈര്യമുള്ളൂ. കൂടെ പോകുന്നവരൊക്കെ നല്ലോണം നോക്കുന്നവർ തന്നെയാണ്. എന്നാലും ഞാൻ ഒഴിഞ്ഞപ്പോൾ അമ്മയും ഒഴിയാൻ നോക്കി. വേറൊരു ദിവസം പോകാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, കണ്ണൻ അമ്മയെ കാത്തുകൊള്ളും. അങ്ങനെ അവർ പോയി. പ്രായമായവർക്കുള്ള വരിയിൽ അമ്മയെയും കൊണ്ട് ചേച്ചി നിന്നു. അപ്പോൾ അവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി. അമ്മ ആകെ വിഷമിച്ചു. ആ സമയത്ത് അവിടുത്തെ പ്രാദേശിക ആൾക്കാരുടെ ക്യൂ ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങളുടെ ID കാർഡിൽ ഞങ്ങൾ അമ്മയെ കൊണ്ടുപോയി തൊഴുവിക്കാം, നിങ്ങൾ പുറത്ത് കാത്തു നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അമ്മയെ സുരക്ഷിതമായിട്ട് തൊഴുവിച്ച് പുറത്ത് കടത്തി. ഇനി അമ്മ പോയിക്കൊള്ളുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചേച്ചിയുടെ അടുത്തെത്തി. ചേച്ചി അവരോട് ഒരു നന്ദി വാക്ക് പറയാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും പിന്നെ കാണാൻ കഴിഞ്ഞില്ല. അതൊരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചിട്ട് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തൊഴാൻ കണ്ണൻ തന്നെ വരുമെന്ന്. ഞാൻ വീട്ടിലിരുന്ന് അത് തന്നെയാണ് പ്രാർത്ഥിച്ചതും. ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കില്ലല്ലോ, പ്രത്യേകിച്ച് പ്രായമായവരെ. അവരുടെ രൂപത്തിൽ കണ്ണൻ തന്നെയല്ലേ അമ്മയെ കൊണ്ട് നടന്നു തൊഴിയിച്ചത്. കൃഷ്ണ കാത്തോളനെ എന്നും. എത്ര മനോഹരമായിട്ടുള്ള അനുഭവമാണല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ധ്യയ്ക്ക് ഇത് നിങ്ങളോട് പറയാമെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക് വഴി വാങ്ങാവുന്നതാണ്. യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലും ചേരാം. ഹരേ കൃഷ്ണ.